ഇത് നീ ക്ലച്ച് ചെയ്താ 10,000 രൂപ. അണ്ണാ അറിഞ്ഞോ അണ്ണാ, നമ്മുടെ ഒരു 2000 രൂപ പോയ അണ്ണാ. അത് നമ്മളെ കൊണ്ട് നമുക്കൊരു അണ്ണ ഇമ്പോസിബിൾ ചാലഞ്ച് അണ്ണാ. ടോപ്പ് 5 പ്ലസ് ടീം മൊത്തം 10 കില്ല്. ഞങ്ങള് കൈ തട്ടി ഡുവോ വിസ സ്ക്വാഡാണ് പോയത്. എന്നിട്ട് ഞങ്ങള് 10 കില്ലും മൊത്തം ബോട്ടൂടാ. 10 കില്ല്. അയ്യോ, ഒരു ബോട്ട് പോലും ഒറ്റ ബോട്ടിനെ കാണിച്ച ഞങ്ങൾ അടിച്ച അടിന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ ചെറുതേട്ടാ. അതിപ്പോ കണ്ണാപ്പി ഈ 2000 രൂപയുടെ കണക്കൊക്കെ പറയാനാണെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കി, നിനക്കൊക്കെ വേണ്ടി എന്തോരം പാഴ്ചെലവ് ഞങ്ങളെടുത്ത്. അതപ്പോ എത്ര രൂപ കൂട്ടണം? ഞാൻ എത്ര രൂപ കൂട്ടണം? കണക്കൊക്കെ പറഞ്ഞു തുടങ്ങി. ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കൂടെ കണ്ണാപ്പി? അത് അന്നേരം മറന്നു കളഞ്ഞേക്കണം. ശരിയാണല്ലേ, മറക്കാല്ലേ ഇപ്പൊ നീ? മറന്നേ കളഞ്ഞേക്കണം. ഓപ്പൺ 5 ആണാ. നീ എന്തുവാടാ ഈകളെ അവന്മാരോടെ ചാറ്റിൽ പോയിട്ട് കളിക്കുന്നോന്ന് ചോദിച്ചേ? ആരുടെ ചാറ്റില്? കണ്ണാപ്പിയുടെ. ഞാൻ വരുവാന്നാ പറഞ്ഞേ. ഞാനും വരുന്ന. അതിപ്പോ നമ്മുടെ കളി കണ്ടിട്ട് നമ്മളൊരു ഡിന്നർ സംസാരിച്ചോണ്ടിരിക്കുന്നപ്പോ ഞാൻ ഓർത്ത് കളിക്കുന്നില്ല. ഞാൻ ഇവന്മാര് 2 ഡ്യുവോ ഇരുന്ന് കളിക്കുന്നുണ്ടപ്പോ ഒരു തമാശ, ഒരു കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ അതിനുള്ള മറുപടി അല്ല നീ തന്നെ. ഫേക്ക് അക്കൗണ്ട് സ്ക്വാഡില്ലേ നിനക്ക്? അത് സത്യമാണല്ലേ. അത് കഴിവില്ലാത്തോണ്ടാണ്. കളിക്കറിയാത്തവന്മാരോട് ആര് വന്നിട്ട് കളിക്കാനാ? കളിക്കിരുന്ന് കുത്തിന്ന് ഗ്രൈൻഡ് കളിക്കണം. അത്ര ഈസി ആണെങ്കിൽ എന്നാ ഈഗിളിനൊരു ചലഞ്ച് കൊടുത്തോ. കണ്ണമോനെ ഈ കളി തെറി വിളിച്ച 600 റസ്തി, തെറി വിളിച്ചില്ല 500 റസ്തി. അതെന്ത് ചാലഞ്ചിനുണ്ട് ബ്രോ? തെറി വിളിച്ച 600 രൂപ എനിക്കോ? അല്ലല്ല, എനിക്ക് അത് ഇന്റൻഷനിൽ തെറി വിളിച്ചല്ല. നമ്മള് കളിക്കിടയിൽ മറ്റേ കുണ്ണത്തരൊക്കെ കാണിച്ചു കഴിഞ്ഞാലോ, മനസ്സിലായോ? ഓ, തെറി വിളിച്ച എനിക്കല്ലേ? ഈ കണ്ണാപ്പി കുണ്ണയുടെ ഒക്കെ കൂടെ കളിക്കാൻ മയിരി. നമ്പിക്ക ദ്രോഹം പണിട്ട് ഉങ്ങൾക്കിட்ட പേസ കൂടെ എനിക്ക് മറ്റേതില്ലേ? അല്ല, ബ്രോ എന്റെ വാസന്റെ ചാനലൊക്കെ ഒന്നാണ്. ആർക്ക് എസ് ചെയ്യാലോ ഒരാൾക്കാ. എനിക്ക് താല്പര്യമില്ല ഈ ഗുണയുടെ ഒന്നും കൂടെ കളിക്കാൻ. ഒരു താല്പര്യമില്ല. അണ്ണാ നോവൽ ഇറക്ക്. 1v1 വിത്ത് കണ്ണാപ്പി. എടേ പ്രാക്ടീസ് ബോട്ടായിട്ട് കളിക്കുന്നതാണോ അതിനേക്കാളും നല്ലത്? ഇറക്ക്. ഞാൻ കൊണ്ടുപോവാം. മാർവലോ ഗെയിമിംഗ്. അപ്പൊ ഓക്കെ, ചാലഞ്ച് സ്റ്റാർട്ടഡ്. നോട്ട് മീ ബ്രോ, ചാലഞ്ച് സ്റ്റാർട്ടഡ്. അണ്ണാ ഞാൻ വന്ന് പോയിരുന്നു പഠിക്കണം. നാളെ ബോർഡ് എക്സാം അല്ലേ? എടാ ഇതെന്തുകൂടെ ചാടുന്നില്ല ഇത്? എനിക്ക് തോന്നുന്നു പിന്നെ ബ്ലൂസിന് എടുത്തു തോന്നുന്നു. അല്ല, സീവിയറിനിലാണ്. കണ്ണാപ്പി ചാലഞ്ച് സ്റ്റിൽ ഓൺ. ഓക്കേ, സ്റ്റിൽ ഓൺ ആണ്. ചാലഞ്ച് സ്റ്റിൽ ഓൺ ആണ്. എന്നെയാണോ തങ്കം എന്നൊക്കെ വിളിക്കുന്നത്? എന്നെ തങ്കം എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കണ്ണമ്മോനെ ചുമ്മാ പറഞ്ഞ കണ്ണമ്മോൻ മാത്രം ചാലഞ്ച്. രഘുനെന്തിയാടാ? ചെന്നൈന്ന് വന്നവൻ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയേക്കുന്നത്. അച്ചാർ കമ്പനി എന്താന്ന് ചോദിക്കാവോ? നമ്മളൊക്കെ നോക്കി എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വേണം. സർട്ടിഫിക്കറ്റാ? ഓ, FSSA ഒക്കെ വേണം. അത് കിട്ടാൻ പാടാണോ? പാടല്ലാതെ തന്നെ. അത് നമുക്ക് ഓൾഡ് ഉണ്ട്. വിളിക്കണോ? ഒന്ന് പോയടാ കുണ്ണെ, നിന്റെ ഒരു അണ്ടിയും വേണ്ട. ഞാൻ അല്ലാതെ തുടങ്ങിക്കോളാം. എവിടെ ഇറങ്ങുന്ന? മാർക്കറ്റ് എവിടെ ഇറങ്ങുന്നത്? പച്ച സൈഡ്. പച്ച എവിടെ? നമ്മുടെ കൂടെ ആള് വരുന്നുണ്ട്. നിന്റെ അടുത്ത് ആളുണ്ടേ? അയ്യോ, കളി തുടങ്ങിയുള്ളൂ. കാർ എടുത്തു പോയേ. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ. നോട്ട് ബ്രോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴാണ് ശരിക്കും. ഇനി അങ്ങോട്ട് കയറി വിളിക്കാൻ നോക്കുവാണ്. എന്ത് വിട്ടതല്ലേ ചലഞ്ച് പോയത്? ഇതൊക്കെ എന്ത് ലാഗാണ്. എടാ മറ്റേ കണ്ണൻ തീർത്തോടാ സാധനം. കണ്ണനേട്ടാ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കളിക്കുന്നുണ്ടോ? പക്ഷെ കാര്യങ്ങൾ നിർത്തി ചെയ്തെന്ന്.
നിനക്കൊക്കെ PC ഉണ്ടായിട്ട് ഇത്രയും നാളായിട്ട് ആ ഗെയിം ഒന്ന് സ്ട്രീം ചെയ്തില്ലെന്നാ പറഞ്ഞ നീയൊക്കെ എന്ത് എടാ കണ്ണാപ്പി നീ ഒരു കാര്യം ചെയ്യും നീ RP സെർവറെ എല്ലാം കേറിയിട്ട് വല്ലവന്റെ തന്തയ്ക്കും വിളിച്ച് തള്ളയ്ക്കും വിളിച്ചിരിക്കും അല്ല അണ്ണ ഞാൻ കളിച്ചണ്ണ അല്ല അണ്ണ എന്റെ PC സ്ട്രീം ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രൈവറ്റ് ലൈവ് ഇട്ടായിരുന്നു. എന്താ പറ്റാത്തെ ഒന്ന് പറഞ്ഞു എന്താ പറ്റാത്തെന്ന് കാരണം ഒന്ന് പറഞ്ഞു കേക്കട്ടെ. അല്ല നിന്റെ സ്പെക് പറഞ്ഞു അണ്ണ എന്റെ സ്പെക്ക് 3050 ആണ് 3050 സ്ട്രീം ചെയ്യാൻ പറ്റില്ല കളിക്കുമ്പോ തന്നെ ലാഗാ. എടാ 1080 ഗെയിം മറ്റേ 1060 Ti ആ കാർഡില് അത് സ്ട്രീം ചെയ്തതിന്റെ ലിങ്ക് അയച്ചു തരട്ടെ. മലയാളി ചെറുക്കൻ അയച്ചു തരട്ടെ ആ ഗെയിം തീർത്തത്. ന്യായം പറയുന്നത് നോക്ക് എന്തൊക്കെ. അത് ലൈവിൽ പറയാൻ പറ്റത്തില്ല. എന്റെ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മനസ്സമാധാനം ടോയ്ലറ്റിൽ പോവാം. കാര്യമായിട്ട് പറയുമോ നോർമൽ മനുഷ്യന്മാരുടെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് അതൊക്കെയാണെന്നാണ് എന്റെ വിശ്വാസം. ഈകളെ നിന്റെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്തോടാ കണ്ണാപ്പി? അണ്ണ എന്റെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക. ഓ അണ്ണ അതൊന്നുമല്ല, കടമൊന്നുമില്ല അങ്ങ് ജീവിക്കുക, മനസ്സിലായോ? സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കുക. അതിനും ജോലിക്ക് പോകേണ്ടി വരൂലേ? അതെന്തായാലും നിനക്ക് പറ്റൂലല്ലോ. ഇല്ല അണ്ണ ഇനിയും തൊട്ട് അങ്ങൊരു ഇനി അങ്ങൊരു പ്രശ്നം പോയടാ കണ്ണാപ്പി. കേട്ട നിന്റെ ഓഡിയൻസ് തന്നെ മടുത്തിട്ടുണ്ടാവും. ഇല്ല അണ്ണ ഇനി ഫുൾ ലൈവ് ആയിരിക്കും അണ്ണ. പക്ഷെ അണ്ണ ബൂക്കോങ് ഞാൻ കളിക്കണം. എത്ര തവണ ഞാൻ ഒരു വീട്ടിൽ തന്നെ ആർക്കാടാ നിർബന്ധം കണ്ണാപ്പി? ഒരു നിർബന്ധവും ഇല്ലടാ. വേറെ നല്ല സ്ട്രീമേഴ്സ് ഉണ്ട് അത് ചെയ്യുന്നേ. ആർക്കാ നിർബന്ധം? നിനക്കെന്തോ ഞങ്ങൾക്കെന്തോ നിർബന്ധം ഉള്ള പോലെ കണ്ണാപ്പി ആ ഗെയിം കളിച്ചിട്ട് വേണം എന്റെ വീട്ടിൽ അരി വേവിക്കാൻ. അങ്ങനെ ഒരു നിർബന്ധം ഉള്ളത് പോലെയാണ് നിന്റെ വർത്താനം. അണ്ണ നമുക്ക് റെഡിയാക്കാം സെറ്റ് ആയിട്ട് സെറ്റ്. നമുക്ക് സെറ്റ് ചെയ്യണ. ഞാൻ ആ ഗെയിം ഒരു കളി കളിക്കും. പക്ഷെ ആ ഒടുക്കലത്തെ കളിയായിരിക്കും എന്റെ. അണ്ണാ ഇവൻ എവിടെ അടിക്കാനാ ബോട്ട് അടിക്കുന്നല്ലേ ജോക്കി? എടാ അവൻ എങ്ങനെയാടാ സ്മോക്കി കൂടെ കാണുന്നേ? ശരത്തേട്ടൻ വീണാ? പീക്കിയല്ലടാ ഈ സമയത്ത് പീക്കിയത് വീഴല്ലടാ. ഞാൻ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലാണ്. കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്തുണ്ടോ? കണ്ണാപ്പി പൊക്കിക്കോ, അവൻ അടിക്കൂല. എന്നാണ് എന്തൊരു മേളിലെ എണ്ണ എന്തുവാടാ എന്നെ വെടിവെക്കുന്നേ? ഈ സൈഡിൽ അടിവരായിരിക്കാൻ. ശരത്തേട്ട ഈ സൈഡിൽ ഫുള്ള് ലൂട്ടടാ. ഈ സൈഡിൽ ഫുള്ള് അവന്റെ എണ്ണ വാസണ്ണ കൊടുക്കാം. ബിൽഡിങ് ഞാൻ നാളെ മിക്കവാറും വാലറന്റ് ആയിരിക്കും സ്ട്രീം ചെയ്യും വൈകുന്നേരം. എനിക്കൊരു ഹെൽമെറ്റ് താടാ ഇവിടെ അണ്ണ എവിടെ? അണ്ണ വേറൊരു ഫൈറ്റിലായിരുന്നണ്ണ. എടാ ബോബോ എന്തുവാടാ? എടാ നീ ഇങ്ങോട്ട് വാ, എന്റെ അടുത്തോട്ട് വാ. കണ്ണാപ്പി അവിടെ ഇവിടെ നീ അനങ്ങാൻ പറ്റാത്തൊരു അവിടെ ആളുണ്ട്. എടുത്തടാ കേരളേ ബോബോ ഹീൽ ചെയ്തുവാ. വരുന്നു ഓപ്പണിംഗ്. അയ്യേ ബോബോയ് 1 HP അണ്ണ. ഞാൻ അവൻ എയ്സ് വെച്ച് അത്രയും ദൂരം എങ്ങനെ അടിച്ചിട്ട് തന്നെ? വെയിറ്റ് ചെയ്യാനൊന്നും ഇല്ല ഇതിനകത്ത്. ശരത്തേട്ടാ ഞാൻ പുഷ് ചെയ്താ. ഇത് ഞാൻ ക്ലച്ച് ചെയ്യാം. കണ്ണാപ്പി ഇത് നീ ക്ലച്ച് ചെയ്ത 5000 രൂപ ഞാൻ ഇപ്പൊ അയച്ചു തരും. ഉറപ്പാണോ അണ്ണൻ? ഉറപ്പാണ്. അണ്ണൻ 5000 ഒന്ന് തുടച്ചു വെച്ചോ. അല്ല വേണ്ട, ഇത് നീ ക്ലച്ച് ചെയ്താ 10000 രൂപ. വിഷയം ഇത് കാണും.
കൊറച്ച് പക്ഷെ അത് വല്ലാത്തൊരു വീക്കായപ്പോഴാണ് അവൻ ചെയ്തത്. അണ്ണന്റെ കോൺഫിഡൻസ് അല്ല അറിയാലോടാ. പക്ഷെ അണ്ണാ ഇനി ഒരു അവസരം കൂടെ വന്ന് ഞാൻ അടിക്കണ. എടാ അത് seriously കണ്ണാപ്പി ബോബോയ് മോനെ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സമാധാനെ കളിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോട്ട് മീ ബ്രോ ചാലഞ്ച് എന്തായി? മനസ്സിലായോ? പക്ഷെ അതൊരുമാതിരി വൃത്തിയായിട്ട ചാവലായി പൊട്ടറ കണ്ണാപ്പി. അത് അല്ല, അത് എന്റെ ഹെൽമെറ്റ് ഇല്ലായിരുന്ന 1 HP ഡാമേജ് ആയിരുന്നു. കുറച്ച് വെച്ച് ഡാമേജ് 500 എടുത്ത് നീ അതുപോലെ തന്നെ വെച്ചോ. അപ്പൊ കണ്ണമ്മൻ എത്ര തെറി കേട്ടു? ഒരു തെറിയേ കേട്ടുള്ളൂ. ഒരു തെറിക്ക് 50 രൂപ ഡിഡക്റ്റ് അല്ലേ? അപ്പൊ 450 രൂപ. എടാ കണ്ണാപ്പി സത്യം പറഞ്ഞ ഇങ്ങനെ അല്ലടാ ഇത് കളിക്കുന്നേ. കളിക്കുമ്പോ ഫോൺ അർജന്റ് ആയിട്ട് എനിക്കൊരു ഇത് വന്നായിരുന്നു.